ജീവിതത്തിലെ നിർണായക നിമിഷങ്ങൾ ഏതാണെന്ന് ഓമനയമ്മയോട് ചോദിച്ചാൽ അതിലേറെ വിലപിടിച്ചത് ഈ നിമിഷങ്ങളാണെന്ന് പറയും. ബസ് കടന്നുപോയി കണ്ണു തുറക്കുമ്പോൾ ശരീരത്തിൽ സാരമായി പരിക്കുകൾ ഉണ്ടായിരുന്നു. കണ്ണു തുറന്ന് സഹായത്തിനായി നീട്ടിയ കൈകളിലേക്ക് പിടിക്കുമ്പോൾ ജീവനുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഓമനയമ്മ. എൻ്റെ ഈ പിന്നിൽ കാണുന്ന റോഡിൽ നിന്നുമാണ് ഓമനയമ്മ ഈ ബസ് ലക്ഷ്യമാക്കി ഈ വശത്തേക്ക് ഓടി വന്ന ഘട്ടത്തിൽ ഡ്രൈവർ അമ്മയെ ശ്രദ്ധിക്കുന്നില്ല. ഒപ്പം അമ്മയും ഈ ബസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബസ് കണ്ടക്ടറോ യാത്രക്കാരുമായി ബന്ധപ്പെട്ട് വാഹനം നിർത്തണം എന്ന തരത്തിൽ കാര്യവും പറയുന്നില്ല. അമ്മ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന വിശ്വാസത്തിലാണ് ഓടിയെത്തിയത്. ഓടി വന്നാൽ കയറാൻ പറഞ്ഞിട്ടാണ് തട്ടി വന്നതിൻ്റെ കീഴോട്ട് സൈഡിലായിരുന്നെങ്കിൽ പോയാനും. നമ്മുടെ കാലിന് പരിക്കുണ്ടെന്നു അല്ലേ? കാലിലും തലയ്ക്കുണ്ട് വീഴ്ചയിൽ. തുടർ ചികിത്സയുടെ ഭാഗമായി ഓമനയമ്മ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. മനസ്സറിയാതെ സംഭവിച്ച അപകടം സ്വകാര്യ ബസിന്റെ ഡ്രൈവറുടെ മനസ്സിൽ വല്ലാത്ത വിഷമമാണ് ഉണ്ടാക്കിയത്. അപകടമുണ്ടായ നിമിഷം മുതൽ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാകുന്നത് വരെ ഒപ്പം നിന്നിട്ടും അങ്കലാപ്പ് മാറിയിരുന്നില്ല. ഈ അമ്മയുടെ കേസിൽ അമ്മയ്ക്ക് വണ്ടി കിട്ടുക എന്നുള്ളതാണ്. ഈ വണ്ടി നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ അവർ ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രിക്കോഷൻ അവരെടുത്തിട്ടില്ല. ഡ്രൈവറും യഥാവിധി നോക്കിയിട്ടില്ല. വണ്ടിയുടെ ഒരു തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞ ഒരാളിനെയൊക്കെ ഈ ഡ്രൈവർക്ക് കാണാൻ പറ്റത്തില്ല. അപകടങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് എത്തുന്നത്. ജാഗ്രതയോടെ ക്ഷമയോടെ യാത്രകൾ പൂർത്തിയാക്കുക എന്നതാണ് ഏക പോംവഴി. അപകടങ്ങൾ ഒഴിവാക്കേണ്ടത് കൂട്ടുത്തരവാദിത്വമാണെന്ന തിരിച്ചറിവാണ് ഈ അപകടം ബാക്കിയാക്കുന്നത്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.